ദശമിക്ക് നോൽമ്പെടുക്കാന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. അത് വേറെ ഒന്നല്ല, 2-3 ദിവസം സ്കൂൾ ഉണ്ടാവില്ല. പിന്നെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പുസ്തകം പൂജയ്ക്ക് വെക്കലാണ്. പുസ്തകം ഒന്ന് പൂജയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിയും പുസ്തകം എടുക്കാൻ. അപ്പം അതുവരെ പഠിക്കും വായിക്കൊന്നും വേണ്ടല്ലോ, അതാണ് മെയിൻ കാരണം. കിച്ചി നോക്കിക്കൊണ്ട് വേറെ ഒന്നല്ല, ഉള്ളിൽ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഇപ്പോൾ 2 ദിവസം ആളെ കൊണ്ട് പഠിക്കുക അല്ലെങ്കിൽ എഴുതാനൊന്നും അറിയില്ലല്ലോ. ആ ഒരു സന്തോഷം നല്ലോണം ഉണ്ട്. ഉച്ച കഴിഞ്ഞപ്പോഴേ തുടങ്ങിക്കണം, അമ്മേ പുസ്തകം പൊതിയുണ്ട്, നമുക്ക് കൊണ്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നടക്കണം കേട്ടോ. പിന്നെ ആൾക്ക് പ്ലാൻ ഒന്നും കൂടി ഉണ്ട്, അനിയ അവനെ കൂട്ട വരാമെന്ന് പറഞ്ഞിട്ട്. കാരണം ഇപ്പോൾ സ്കൂളില്ല 2-3 ദിവസം. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. അങ്ങനെ പുസ്തകമൊക്കെ പൊതിഞ്ഞ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അച്ഛനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അച്ഛനും മോനും കൂടിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. തറവാട്ടമ്പലത്തിലാണ് ഞങ്ങൾ സാധാരണ പുസ്തകം വയ്ക്കാറ്. അപ്പോൾ മിത്തുള്ള കൊണ്ടുപോവില്ല, കിച്ചുവിനെ അവിടെ നിന്ന് അങ്ങോട്ട് അനിയൻ വന്ന് കൂട്ടി കൊണ്ടുപോകുന്നത് ഇയാൾ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഇയാൾക്കും പോകണം. അപ്പോൾ പിന്നെ ഇവനെ ഞാൻ വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എണീറ്റ് ആ കറക്റ്റ് ടൈമിൽ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചു വേഗം മാറ്റി മുന്നിലായിട്ട് പോയി, അതുകൊണ്ട് കിച്ചുവിനെ ആൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ സങ്കടത്തിൽ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ടോ, കുറച്ച് നേരം വാശിയൊക്കെ പിടിച്ച് നിന്ന്. പിന്നെ ഞാൻ എല്ലാ ടി വി ഒക്കെ ഇട്ട് കൊടുത്ത് കഴിക്കാൻ കുറച്ച് മിച്ചറൊക്കെ കൈ കൊടുത്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ ഓരോ പണിയിലേക്ക് തിരിഞ്ഞിട്ടോ. അപ്പോൾ വൈകുന്നേരം അടിച്ച് തരാനും മുറ്റടിച്ച് തരാനും അങ്ങനെ ഓരോ പണികളുണ്ടായിരുന്നു. ആൾ പിന്നെ കാർട്ടൂണൊക്കെ കണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ വലിയ കച്ചറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പണികളൊക്കെ ഞാൻ വേണ്ടി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചായക്കുള്ള എന്തെങ്കിലും പണിക്കാണ്ട് നോക്കിട്ടോ. വൈകുന്നേരം കിട്ടായ പിന്നെ അതൊരു ചോദ്യമാണ്, എന്താ ഉണ്ടാക്കുക ചായക്ക് എന്നുള്ളത്. ഒരുവിധം എന്തുണ്ടാക്കിയാലും ഇവിടെ പറ്റൂല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തുണ്ടാക്കുന്നത് വിചാരിച്ചപ്പോഴാണ് ആ പഴം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ പഴത്തിലെടുത്ത് ഞാൻ വേഗം പഴംപൊരി ആക്കിട്ടോ. പഴം അച്ഛലാകുമ്പോൾ പിന്നെ ആരും അങ്ങനെ കഴിക്കില്ല. അതുപോലെ പഴംപൊരി അങ്ങനെ അല്ലെങ്കിൽ നെയ്യിൽ വാട്ടിയൊക്കെ കൊടുത്താലും മിത്തുണ്ടായാലും കഴിച്ചോളൂ. അപ്പോൾ പിന്നെ പഴംപൊരി ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കഴിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് പഴംപൊരിയിലേക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വേഗം ആ കുറച്ച് സമയം കൊണ്ട് തട്ടിക്കൂട്ട് പഴംപൊരിയൊക്കെ വേഗം സെറ്റ് ചെയ്ത്. അപ്പോൾ അത് മിത്തോട്ട് അങ്ങനെ വിശക്കുണ്ടെന്ന് ഇങ്ങനെ പറയേണ്ട. ആൾ പിന്നെ ഉച്ചക്ക് കിടന്നുറങ്ങിയതായിരുന്നു. പിന്നെ വൈകുന്നേരമാണ് എണീക്കാൻ. അപ്പോൾ ആൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞാൻ ആയത് വേഗം അവന് വേഗം കൊണ്ട് കൊടുത്തു. ആൾ നല്ല രസമുണ്ടെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. കൂടുതൽ ഞാനും 2 കഴിച്ച്. അങ്ങനെ പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ അമ്പലത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ വരുമ്പോൾ കുറച്ച് പ്രസാദം കൊണ്ടുവന്നിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ ബാക്കി പഴംപൊരി ഏട്ടനോട് കൊടുത്തിട്ട് ഏട്ടനെ കൂടെ കമ്പനിക്ക് ഞാനിരുന്നു. അപ്പോൾ എന്നിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം.